കടം വീടാൻ ഇതിനേക്കാൾ വലിയ മറ്റു മാർഗങ്ങളില്ല തന്നെ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്തു നോക്കൂ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഫലം ലഭിച്ച, തീർച്ചയായിട്ടും നമ്മുടെ കടങ്ങൾ എത്ര ഭീമമായ കടങ്ങളാണെങ്കിലും അത് വീടിക്കെട്ടുമെന്നുറപ്പുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള, ജീവിതത്തിൽ പകർത്തിയവർക്കൊക്കെ അനുഭവിച്ചറിയാൻ സാധിച്ച 3 അമലുകളാണ് പറയുന്നത്. അത് കുറേ സമയമൊന്നും വേണ്ട അത് ചൊല്ലാൻ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. 2-3 മിനിറ്റ്, ചുരുങ്ങിയത് ഒരു 5 മിനിറ്റെങ്കിലും ചൊല്ലി തീർക്കാൻ പറ്റുന്ന വളരെ ചെറിയൊരു അമൽ, എന്നാൽ അതിൻ്റെ ഫലമോ വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള വളരെ പവിത്രമേറിയൊരു അമലാണ്. ഇത് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരുണ്ട്. പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തി മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. ഇതെങ്ങനെ വീടിക്കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം കടം അത്രയും വലുതാണ്. 60 ലക്ഷം കടമുള്ളവർ, 70 ലക്ഷം കടമുള്ളവർ, 1 കോടി കടമുള്ളവർ, ജപ്തിയുടെ വക്കിലെത്തിയവർ, അങ്ങനെ കച്ചവടത്തിലേക്കും ബിസിനസ്സിലേക്കും ഗൾഫിലേക്കൊക്കെ പോയതിൻ്റെ പേരിൽ വിസക്കും മറ്റൊക്കെ ചിലവാക്കിയിട്ട് ഗോൾഡും മറ്റൊക്കെ പണയം കൊടുത്ത്, പണയം വെച്ച്, അതേപോലെ തന്നെ വായ്പ കൊടുത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആരുണ്ടോ അവരിത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഫലം ലഭിക്കുന്നുള്ളത് ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൃത്യമായിട്ട് ഇത് കേൾക്കണം. എത്ര കടം നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് എഴുതി അറിയിക്കൂ. മുമ്പ് നമ്മളിതൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ 80 ലക്ഷം കടമുള്ളവർ, 1.5 കോടി കടമുള്ളവർ, ഉസ്താദ് എനിക്ക് കടം വന്നത് ഞാൻ എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു സഹായം ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് കുടുങ്ങിയിട്ടുള്ളത്, അവരിപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പ്രയാസം പറഞ്ഞവരുണ്ട്. നിങ്ങളുടെയൊക്കെ കടബാധ്യതകൾ എത്രയാണ്? അള്ളാഹു അതൊക്കെ വീട്ടി തരട്ടെ. നമുക്കതിനൊക്കെ വേണ്ടി ദുആ ചെയ്യാം. ഒന്ന് എഴുതി അറിയിക്കുക. അള്ളാഹു നമ്മളെല്ലാ കടങ്ങളും വീട്ടാനുള്ള വഴികൾ നമുക്ക് തുറന്നു തരട്ടെ ഇൻഷാ അല്ലാഹ്. ഈ 3 അമലുകൾ നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ലഭിക്കും. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അള്ളാഹ് അതിന് നമുക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാൻ വേണ്ടി വരേണ്ടത് ചൊവ്വാഴ്ച മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. അപ്പോൾ ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക. നമുക്ക് ഒരു നിശ്ചിത എണ്ണം ആളുകളെ മാത്രമേ നോക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ വരുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ പ്രോഗ്രാമിനേക്കൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ വരുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ നോക്കാതെ പറഞ്ഞയക്കേണ്ടി വരണം. ബോധപൂർവം ചെയ്യുന്നതല്ല, സമയം കിട്ടാത്തതുകൊണ്ടാണ്. ആ സമയത്തിൽ നോക്കാൻ പറ്റുന്ന ആളുകൾക്കാണ് നമ്മൾ ടോക്കൺ കൊടുക്കാറുള്ളതെന്ന് അറിയിക്കുകയാണ്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും കൊടുക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾ നിസ്സാരമായി കാണരുത്. നമ്മൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. 3ഉം വളരെ പവർഫുള്ളാണ്. ഇതിൽ ആദ്യമായിട്ട് പറഞ്ഞൊരു സൂറത്തിനെ കുറിച്ചാണ്. രണ്ടാമത് പറയുന്നത് ഒരു ദുആഇനെ കുറിച്ചാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ദുആആണ്. മൂന്നാമത് പറയുന്ന ഒരു സ്വലാത്തിനെ കുറിച്ചാണ്. ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള മഹത്തുക്കളൊക്കെ അയിമ്മത്തൊക്കെ നമ്മോട് പഠിപ്പിച്ചൊരു സ്വലാത്തിനെ കുറിച്ചാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും എത്ര വലിയ കടങ്ങളാണെങ്കിലും അത് വീട്ടാനുള്ള ഒരു വഴി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരുന്നുള്ളത് ഉറപ്പാണ്. ഇതിനർത്ഥം നമ്മൾ ജോലിക്കോ പണിക്കൊന്നും പോവാതെ ഇതും ചൊല്ലി വീട്ടിലിരിക്കാനല്ല. ഇത് പറയുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. നമ്മൾ ജോലി ചെയ്യണം, നമ്മൾ അധ്വാനിക്കണം, അതോടുകൂടെ ഇതൊക്കെ ചൊല്ലണം എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നല്ല വഴികൾ തുറന്നിട്ടാണ് ഇത് കാരണമാകുന്നുള്ളതാണ്. അതിൽ ആദ്യത്തേത് സൂറത്തുൽ വാഖിഅയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ആരെങ്കിലുമൊക്കെ പാരായണം ചെയ്യുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? എന്നാൽ കേട്ടോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്: സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകൂല. അതിനർത്ഥം എന്താ? സാമ്പത്തിക പ്രതിസന്ധിയിൽ അവൻ അകപ്പെടൂല എന്നുള്ളതാണ്. ഇത് നല്ല നിയ്യത്തോടുകൂടെ, നല്ല ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നമ്മൾ നിസ്സാരാക്കി കളയരുത്. നമുക്ക് കാണാതെ അറിയുന്നതാണ് സൂറത്തുൽ വാഖിഅ. സ്ഥിരമായിട്ടൊന്നവർക്ക് കാണാതെ അറിയും. നമ്മുടെ സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളും അത് വീട്ടാൻ കാരണമാകും. ഉറങ്ങുന്നതിന് മുമ്പ് അത് ഓതി തീർക്കുന്നൊരു ശീലം നമുക്കുണ്ടായിരിക്കുക. അതാണല്ലോ ഒരു വലിയൊരു സ്വഹാബിയുടെ ചരിത്രത്തിൽ നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ കേട്ടൊരു ചരിത്രമാണ്. ആ സ്വഹാബി വര്യന് മകളുടെ
പെൺമക്കളൊക്കെ ഉള്ള സ്വഹാബി വര്യനോട് ഒരു സാമ്പത്തികമായിട്ടൊരു സഹായം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ എൻ്റെ മക്കളുടെ കാര്യം ആലോചിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, കാരണം ഞാൻ അവരോടൊക്കെ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല, എനിക്ക് അങ്ങനെ ഒരു ക്യാഷ് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്വതക്ക സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ അത്രയും ആത്മാർത്ഥതയോടുകൂടി ഓതുമ്പോൾ അത് അള്ളാഹു ഏറ്റെടുക്കും എന്നുള്ളതാണ്. നമ്മൾ വിശുദ്ധ ഖുർആനല്ലേ ഓതുന്നത്, തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ സൂറത്തുൽ വാഖിയ വളരെ ആത്മാർത്ഥമായിട്ട് ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുക, ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്തുക. തീർച്ചയായിട്ടും അള്ളാഹു നല്ലൊരു വഴി തുറന്നുതരും. ഫസ്റ്റ് വൺ അതാണ്. രണ്ടാമത്തത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചൊരു ദുആ ആണ്, എനിക്കും നിങ്ങൾക്കൊക്കെ അറിയുന്ന ദുആ ആണ്. ഈ ദുആൻ്റെയും ഇതിൻ്റെയൊക്കെ കറക്റ്റ് ക്ലിയർ ഉള്ളൊരു ഫോട്ടോ, ഒരു ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ക്ലിയർ നഷ്ടപ്പെടാതെ അവിടെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ താഴെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലെത്തും. അവിടുന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് സേവ് കൊടുത്താൽ നിങ്ങളുടെ ഫോണിൽ അത് കിട്ടും. ഓക്കെ, അത് എളുപ്പമാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ചെയ്യുക, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ക്ലാരിറ്റി നഷ്ടപ്പെടും, അപ്പോൾ ശരിക്കും ചൊല്ലാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ സേവ് ചെയ്താൽ കറക്റ്റ് ക്ലിയറോടുകൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് വെക്കുക. നമ്മൾ ഒരുപാട് ദിക്റുകൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ശരി, നമ്മൾ ഈ ദുആ ഏതാണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹരി റിജാൽ. ഈ ഒരു ദുആഇന് വളരെ പവിത്രതയുണ്ട് കേട്ടോ. എന്താണ് ഈ ദുആഇൻ്റെ പവിത്രത എന്നറിയോ? ഒരിക്കൽ അബു ഉമാമ എന്ന് പറയുന്ന ഒരു സ്വഹാബി വര്യനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിസ്കാരമല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ഈ അസമയത്ത്, നിസ്കാരമല്ലാത്ത സമയങ്ങളിലൊക്കെ? അപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് ഭയങ്കര കടണ്ട്, എനിക്ക് വലിയ ടെൻഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഇതങ്ങ് കേട്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആഇനെ അബൂ ഉമാമ എന്ന് പറയുന്ന നിങ്ങളത് ചൊല്ലുകയാണെങ്കിൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരും. ആ സ്വഹാബി വര്യൻ അത് കേട്ടു, അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു, അത് ചൊല്ലുകയാണ്. ചൊല്ലിക്കഴിഞ്ഞിട്ട് ആ സ്വഹാബി വര്യൻ അനുഭവം പറയണം, ഫഖളാ അന്നീ ദൈനി, അല്ലാഹു എന്നെ തൊട്ട് എൻ്റെ കടം വീട്ടിയിരിക്കുന്നു, അല്ലാഹു എൻ്റെ ടെൻഷനെ പോക്കിക്കളഞ്ഞിരിക്കുന്നു. ഇതാ അബൂ ഉമാമ എന്ന് പറയുന്ന സ്വഹാബി പറയണം. അപ്പോൾ നിങ്ങളിതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കൂ. കടം കൊണ്ട് എടങ്ങറായി ബുദ്ധിമുട്ടി ടെൻഷൻ അടിച്ച് പള്ളിയിൽ തന്നെ ആയി കൂടിയ സ്വഹാബി വര്യനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു ദുആ സ്വഹാബി വര്യൻ ചെയ്യുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു ആ സ്വഹാബിക്ക് കടം വീട്ടാനുള്ളൊരു വഴി തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് അനുഭവമുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു അമല് ഞാൻ വെറും നിങ്ങളോട് അത് ഉദ്ധരിച്ച് പറയുക എന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്. ഇവിടെ നമുക്ക് അഡ്വൈസസ് തരാൻ, നമുക്ക് ഉപദേശങ്ങൾ തരാൻ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും ഉത്തമരായവർ എന്ന് പറയുന്നത് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പം നബി തങ്ങൾ നേരിട്ട് പറഞ്ഞൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളിത് എത്രമേൽ ആത്മാർത്ഥമായി ചൊല്ലുന്നോ അതിൻ്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തത് ഏതാണെന്നറിയോ? മൂന്നാമത്തതൊരു സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വ അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇതും ഞാൻ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ക്ലിയറിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വ അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വ സ്വല്ലി അലൽ മുഅ്മിനീന, അങ്ങനെ ചൊല്ലട്ടെ, വ സ്വല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മഹാനരായ ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും കടങ്ങൾ വീടാനും ഐശ്വര്യം വർദ്ധിക്കാനും ഈ ഒരു സ്വലാത്ത് വളരെയധികം പ്രയോജനപ്രദമാണെന്ന് പറയുന്നുണ്ട്. ഇത് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. നോക്കൂ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക. അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി, നീ സ്വലാത്ത് നിർവഹിക്കണമേ, സ്വലാത്ത് വർഷിപ്പിക്കണമേ,
അലാ മുഹമ്മദിൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ നിൻ്റെ അടിമയായ നിൻ്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അള്ളാഹുവെ നീ ഗുണം ചെയ്യണേ, നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ. വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുഅ്മിനീങ്ങളായ ആണുങ്ങൾ, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങളായ ആണുങ്ങൾ, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ, അത്രയും വിശാലമായ അർത്ഥം. അവരുടെയൊക്കെ മേലിൽ നീ ഗുണം ചെയ്യണേ, നീ സ്വലാത്ത് നിർവഹിക്കണേ, വർഷിപ്പിക്കണമേ എന്നാണ് ഇതിനർത്ഥം. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു അർത്ഥമാണ്. അത്രയും അർത്ഥവ്യാപ്തി വരുന്നുണ്ട് അതിന്. അത് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണമാകും എന്നുള്ളതാണ്. ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് മറ്റൊരു ഗുണവും കൂടെ ഷാറാനി ഇമാം പറയുന്നുണ്ട്. അവർക്ക് നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നുകയില്ല എന്നുള്ളതാണ്. അഫ്ളലു സ്വലവാത്തിലൊക്കെ നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ പറയുന്നത് ഈ സ്വലാത്ത്, അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന് സൂറത്തുൽ വാഖിഅ, മറ്റൊന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, മറ്റൊന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ജീവിതത്തിൽ പകർത്തിക്കോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എത്ര ലക്ഷങ്ങൾ കടങ്ങളുണ്ടെങ്കിലും അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വീട്ടിത്തരാൻ ഇത് ധാരാളമാണ്, ഇതൊരു കാരണമാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കടങ്ങളും വെട്ടിത്തരട്ടെ. ഒരുപാട് ആളുകൾ ഇതിന് താഴെ നമ്മൾ എഴുതാൻ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ എഴുതുന്നുണ്ട്. അവരുടെയൊക്കെ കടങ്ങൾ അള്ളാഹു വെട്ടിത്തരട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.